മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 6,000 കോടി രൂപ അദാനിയുടെ പക്കൽ നിന്ന് വിഴിഞ്ഞം ഇടപാടിന് വേണ്ടി വിഴിഞ്ഞം തുറമുഖത്തിന് അനുമതി കൊടുക്കാൻ വേണ്ടി വാങ്ങി. എത്ര ഗുരുതരമായ ആരോപണമാണ്! ഈ ആരോപണം ഉന്നയിച്ചാൽ അതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ പാലക്കാട് MLA പിഷു എന്ന് പറയുന്ന പിഷാരടി. അമ്മയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുൻ മുഖ്യമന്ത്രി യശശരീരനായ കേരളത്തിലെ ജനകോടികൾ സ്നേഹിക്കുന്ന കോൺഗ്രസിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നേതാവായ ഉമ്മൻചാണ്ടിയുടെ പേര് വലിച്ചിഴച്ചിരിക്കുന്നത്. ശ്വേതാ മേനോനുമായി പിഷാരടി നടത്തിയ ഒരു സംഭാഷണത്തിലാണ് ഒരാവശ്യവുമില്ലാതെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പിഷാരടി പരാമർശിച്ചിരിക്കുന്നത്. നോക്കൂ, അദാനിയുടെ തുറമുഖം, അദാനി സംസ്ഥാന സർക്കാരിൻ്റെ, സതീശൻ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ 49% ഓഹരികൾ MSC എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തുറമുഖ കമ്പനിക്ക് വിറ്റത് വിവാദമായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാട് അദാനി നടത്തിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോഴാണ് അമ്മയുമായി ബന്ധപ്പെട്ട് ഒരാവശ്യവുമില്ലാതെ ഉമ്മൻചാണ്ടിയുടെ പേര് രമേഷ് പിഷാരടി വലിച്ചഴിച്ചിരിക്കുന്നത്. ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്, ശ്വേതാ മേനോനും രമേഷ് പിഷാരടിയും. അപ്പോൾ ശ്വേതാ മേനോൻ പറയുന്നു, അല്ല, ഈ അമ്മയുടെ യോഗത്തിൽ ബാബുരാജ് വന്നിട്ട് ഞാൻ BJPക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളെ കൊടുക്കാൻ 2 കോടി രൂപ വാങ്ങി എന്നൊക്കെ പറയുന്നു. ഞാൻ BJPക്കാരിയൊന്നുമല്ല. ഉടനെ പിഷാരടി പറയുന്നു, അത് ആരോപണമല്ലേ, ആരോപണം ഉന്നയിക്കാൻ തെളിവ് വേണ്ട. അപ്പോൾ ശ്വേതാ മേനോൻ ചോദിക്കുന്നു, അല്ല, പൊതുവേദിയിൽ വെച്ച് ആരോപണം ഉന്നയിച്ചാലോ? അത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഇല്ല. നമ്മുടെ ഭരണഘടന ആരോപണം ഉന്നയിക്കാൻ അനുമതി നൽകുന്നുണ്ട് എന്നു പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം ഇടപാടിൽ 6,000 കോടി രൂപ വാങ്ങിയെന്നൊക്കെ ആരോപണമുണ്ടല്ലോ, അഴിമതി നടത്തി എന്നൊക്കെ ആരോപണമുണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല. MLA സ്ഥാനം എന്ന് പറയുന്നത് ഈ മിമിക്രിക്കാരന് ഒരുപക്ഷെ പാലക്കാട്ടുള്ള ജനങ്ങളുടെ മുന്നിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്ന് നിർത്താനുള്ള ഒരു ആഭരണം, അലങ്കാരം മാത്രമായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ട രമേഷ് പിഷാരടി, MLA എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്, MP എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെന്റ് എന്നാണ്. ഈ 2 സംവിധാനങ്ങളും, നിയമസഭയും ലോകസഭയും അല്ലെങ്കിൽ പാർലമെന്റും, നിയമമുണ്ടാക്കുന്ന സഭയാണ്. ആ നിയമനിർമ്മാണ സഭയിൽ ഇരിക്കുന്ന അംഗങ്ങളെ ഇംഗ്ലീഷിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വിളിക്കുന്ന ലോ മേക്കർ എന്നാണ്, നിയമനിർമ്മാതാവ് എന്നാണ്. നിങ്ങൾ MLA അല്ല മിസ്റ്റർ പിഷാരടി, നിങ്ങൾ ലോ മേക്കറാണ്. ഒരു ലോ മേക്കർ നമ്മുടെ നാട്ടിലെ നിയമത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് എത്രത്തോളം അജ്ഞനാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ഇതിലെ ഒന്നാമത്തെ പിശക്. നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് അത്രേ, ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അതിൽ തെറ്റില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടെന്ന്. രമേഷ് പിഷാരടി പാലക്കാട്ടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തലയോലപ്പുറമ്പിലൊക്കെ പണ്ട് താമസിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിലെ എംപ്ലോയി ആയിരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ ന്യൂസ് പ്രിന്റ് നഗറിലെ ഭാവൻ സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അന്ന് മുതൽ ഭരണഘടനയെക്കുറിച്ച് പിഷാരടി പഠിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ഭരണഘടനയിൽ എവിടെയാണ് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു തെളിവും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇത് പണ്ട് സജി ചെറിയാൻ ഭരണഘടന കുന്തം കൊടച്ചക്രം ഒക്കെയാണ് എന്ന് പറഞ്ഞതിനേക്കാളും ഭീകരമായ തെറ്റാണ്. ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ഒരു തെളിവും വേണ്ട എന്ന് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ലോ മേക്കർ, ഒരു MLA പറയുക എന്ന് പറഞ്ഞാൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്. ഇയാൾ പറയുന്നത് ശരിയാണെന്ന് കരുതുന്ന കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ കരുതും ആർക്കെതിരെ എന്തും പറയാം കേട്ടോ, അതിന് ഒരു നമ്മുടെ ഭരണഘടനയുടെ പരിരക്ഷയുണ്ട് എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നീചമായ കാര്യമാണ്. മിമിക്രി നടത്തി നടന്നവനെയൊക്കെ പിടിച്ച് നിയമസഭ അംഗമാക്കുന്നതിൻ്റെ ഗതികേടാണ് ഈ സംഭവിക്കുന്നത് എന്ന് പറയാതെ തരമില്ല. പിഷാരടി നല്ല സിനിമാക്കാരനായിരിക്കാം, നല്ല കോമഡി പറയുന്ന ആളായിരിക്കാം, പക്ഷേ കുറച്ചൊക്കെ വിവരം വേണം. വെളിവില്ലായ്മ എന്ന് പറയുന്നത് ഒരുപക്ഷെ പിഷാരടിക്ക് അലങ്കാരമായിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക്, ഒരു MLAക്ക് അല്ല, പാലക്കാടുകാർക്ക് ഇങ്ങനെ കിട്ടണം കേട്ടോ. പാലക്കാടുകാർക്ക് കുറേ ആയി കിട്ടിക്കൊണ്ടിരിക്കുന്ന മുതലുകൾ, എന്തൊക്കെ ചരക്കുകളെയാണ് പാലക്കാടുകാർക്ക് കിട്ടുന്നത്. ഒരുത്തൻ ഭൂലോക കോഴി, മറ്റൊരുത്തൻ ഭരണഘടനയ്ക്ക് പുതിയ വ്യാഖ്യാനം നൽകുന്നു. നോക്കൂ, എന്നിട്ട് ഉദാഹരണം പറയാൻ ഈ രമേഷ് പിഷാരടി എന്ന് പറയുന്ന ഭാഗ്യം കൊണ്ട് പിണറായി വിജയൻ എന്ന കേരളത്തിലെ ഏറ്റവും ജനങ്ങൾ വെറുത്ത ഒരു മുഖ്യമന്ത്രിയോടുള്ള ജനങ്ങളുടെ പക കൊണ്ട് മാത്രം നിയമസഭയിലെത്തിയ ആളാണ് രമേഷ് പിഷാരടി. അല്ലെങ്കിൽ രമേഷ് പിഷാരടി 8 നിലയിൽ പൊട്ടിപ്പോകുമായിരുന്നു. അതുകൊണ്ട് ഭരണഘടനയ്ക്കും ഒക്കെ എതിരെ എന്തും പറയാമെന്ന് കരുതുന്നത് എന്തൊരു മൗഢ്യമാണ്. ഇനി മാത്രമല്ല, അത്തരമൊരു സന്ദർഭത്തിൽ ശ്വേതാ മേനോന്റെ മുന്നിൽ ബാബുരാജ് എന്ന് പറയുന്ന നടനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എടുത്തു പ്രയോഗിക്കാവുന്ന ഒരു പേരാണ് ഉമ്മൻചാണ്ടി. എന്താ പേര്? ഉമ്മൻചാണ്ടിയുടെ
വിലാപയാത്ര കേരളം കണ്ടതാണ്. കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും ഒഴുകി വന്ന് കണ്ണീരോടെ ഇതുപോലെ കേരളത്തിലെ ഒരു ജനകീയ നേതാവിന് യാത്രയയപ്പ് നൽകിയിട്ടില്ല. അത്രമേൽ ജനങ്ങൾ സ്നേഹിച്ച, ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു നേതാവിനെ കുറിച്ച് ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ, ആ പാർട്ടിക്കാരുടെ അധ്വാനത്തിന്റെ ഫലമായി വോട്ടു നേടി അധികാരത്തിൽ വന്ന ഒരാൾ, അയാളുടെ ഒരു കുൽസിത വൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി ഉള്ള കളിപ്പാട്ടമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിക്കുന്നത്. എത്ര വലിയ തെറ്റാണ്! കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോട്, കേരളത്തിലെ ജനങ്ങളോട് ഉമ്മൻചാണ്ടിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചതിന് രമേഷ് പിഷാരടി മാപ്പ് പറയണം. ഒരു കാര്യം, അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും തയ്യാറാവാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ഇതിനു വേണ്ടിയിട്ട് രമേഷ് പിഷാരടിയുടെ വീട്ടിലേക്ക് ആരും മാർച്ചൊന്നും നടത്തില്ല. പക്ഷേ കേരളത്തിൽ രമേഷ് പിഷാരടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പേരിൽ ടിക്കറ്റ് കിട്ടി MLA ആയ രമേഷ് പിഷാരടിയോട് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് കടുത്ത വിദ്വേഷം, കടുത്ത ദേഷ്യം, കടുത്ത വൈരാഗ്യം ഉണ്ടാക്കാൻ ഈ വാക്കുകൾ സഹായിക്കും. നിങ്ങൾ പറയുന്നത് പോലെ പൊളിറ്റിക്കലി വീണ്ടും അദാനി വിഷയം പൊന്തി വരുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഈ കരാർ ഒപ്പിട്ട് അദാനിക്ക് ഗുണമുണ്ടാക്കുന്ന തരത്തിൽ അദാനിയെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ള ആക്ഷേപം നിലനിൽക്കെ, അത് വീണ്ടും വിവാദമായിരിക്കെ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞിട്ടാണോ പിഷാരടി നിങ്ങൾ കുഞ്ഞുകളിക്കേണ്ടത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തൻ്റെ പാർട്ടിയെയും തൻ്റെ പാർട്ടിയുടെ വലിയ നേതാക്കന്മാരെയും, പ്രത്യേകിച്ച് മൺമറഞ്ഞു പോയ നേതാക്കന്മാരെയും ഒരു തരത്തിലും വിവാദങ്ങളിൽ പെടുത്താതെ ജാഗ്രതയോടെ സംസാരിക്കണം. ഇത് കോമഡി ഷോ അല്ല, ഇത് ബഡായി ബംഗ്ലാവല്ല. നിയമസഭ എന്ന് പറഞ്ഞാൽ ബഡായി ബംഗ്ലാവായിട്ട് പിഷാരടി കാണുന്നു. അതുകൊണ്ടാണ് താൻ ഒരു നിയമസഭാംഗമാണ് എന്നത് മറന്നുകൊണ്ട്, താൻ കോൺഗ്രസ് പാർട്ടിയുടെ നിയമസഭാംഗമാണ് എന്നത് മറന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വലിച്ചഴിക്കുന്നത്. നോക്കൂ, അമ്മയിൽ നടക്കുന്നത് എത്ര വൃത്തികെട്ട കളിയാണ്. ഇപ്പോൾ പിഷാരടി അടുത്ത പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു, ഞാൻ രാജിവെച്ചിരിക്കുന്നു, ഞാൻ ശ്വേതാ മേനോനെ പോലെയല്ല രാജി, ഞാൻ തിരിച്ചു വരത്തില്ല. ഇയാൾക്ക് തിരിച്ചു വരാൻ പറ്റില്ലേ? കോടതി പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു, അല്ലേ? കോടതി പറഞ്ഞു. അതായത് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഭരണഘടന അനുസരിച്ച് അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോൻ രാജിവെച്ചിട്ടില്ല. രാജി എന്ന് പറഞ്ഞാൽ രാജിക്കത്ത് വേണം, അത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം. അല്ലാതെ ഒരു മൈക്കിന് മുന്നിൽ രാജിവെക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രാജിയായില്ല, നിയമാനുസൃതം ആയില്ല. പിന്നെ ആ ജനറൽ ബോഡി ചേർന്നിട്ട് ഇത് രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ചേർന്നിട്ട് രമേഷ് പിഷാരടിയൊക്കെ വിളിച്ചിട്ട്, പിഷാരടി നീയാണ് ഇന്ന് മുതൽ രാജാവെന്ന് പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ രാജാവാവണ്ട എന്ന് കോടതി പറഞ്ഞു. നിയമം അങ്ങനെയാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് വിളിച്ച് പറഞ്ഞതുപോലെ ഈ നിയമത്തിൻ്റെ കാര്യത്തിലും രമേഷ് പിഷാരടി ഇനി പുതിയ വ്യാഖ്യാനം, പുതിയ ഭരണഘടന എഴുതുമ്പോൾ എനിക്കറിയില്ല. ഏതായാലും വളരെ വല്ലാത്ത കഷ്ടമാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാൻ അമ്മ എന്ന് പറയുന്ന സംഘടനയെ ആശ്രയിക്കേണ്ടി വന്നു പോലും. ഇപ്പം ഇന്ന് രാവിലെ മാലാ പാർവതി, മലയാള സിനിമയിലെ സൂപ്പർ താരം മാലാ പാർവതി, പിന്നെ ഉഷ ഹസീന, അൻസിബ, ഇവരൊക്കെ വന്നിട്ട് പറയാണ് മലയാള സിനിമ പ്രവർത്തകരുടെ സംഘടനയായ അമ്മയെ കാവ്യവൽക്കരിക്കാൻ ശ്വേതാ മേനോൻ ശ്രമിച്ചു. ശ്വേതാ മേനോൻ ഈ പറയുന്ന പിഷാരടിയുമായുള്ള ടെലഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഞാൻ BJP-കാരിയൊന്നുമല്ല, എന്നാൽ പിന്നെ നിങ്ങൾ എന്നെ കോൺഗ്രസിൽ കൊണ്ടുവന്നിട്ടൊരു മന്ത്രിയാക്കിത്ത എന്നോ മറ്റോ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച്. ആ വാചകം പൂർത്തിയാവുന്നില്ല, നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ ഏതായാലും അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ. അവിടെയും അദാനി പ്രശ്നമാണ്. അദാനി അമ്മയ്ക്ക് ഒരു 15 കോടി രൂപ സംഭാവനയായി കൊടുക്കാം എന്ന് പറഞ്ഞതായി ഒരു വിവരമുണ്ട്. അതിപ്പോൾ മാലാ പാർവതി പറയുന്നു അദാനി 15 കോടി കൊടുക്കാം എന്ന് പറഞ്ഞത് BJP-യുടെ ഡീലാണ്. എടാ, BJP-യുടെ ഡീല് പത്മജ വേണുഗോപാലിൻ്റെ പേര് പറയുന്നു. പത്മജ വേണുഗോപാലോ മറ്റോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടത്രേ. ഒരു സംഘടന പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് അതിൻ്റെ ഓരോ തവണയും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാരവാഹികൾ ആഗ്രഹിക്കുക. അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് സിനിമാ താരങ്ങൾ കൊടുക്കുന്ന സംഭാവനയുണ്ട്, അവർക്ക് പല ഷോകളൊക്കെ നടത്തി കിട്ടുന്ന റവന്യൂ ഉണ്ട്, അതുകൂടാതെ കൂടുതൽ പണം കിട്ടും. അപ്പോൾ അമ്മയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സ്പോൺസർഷിപ്പായിട്ട് പണം കൊടുത്തിരിക്കുന്നതിൽ ടൈൻറ്റഡ് ആയിട്ടുള്ള ഒരാരോപണവും ഇല്ലാത്ത ആളുകളുടെ മാത്രമാണോ പണം സ്വീകരിച്ചിട്ടുള്ളത്? ഇനി അദാനി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്ന് അത് അമ്മയ്ക്ക് കുറച്ച് പണം തരാൻ തീരുമാനിച്ചാൽ, സ്പോൺസർഷിപ്പായിട്ട് തരാം എന്ന് പറഞ്ഞാൽ അതിലെന്താ തെറ്റ്? അത് കൊണ്ടുവരുവാൻ വേണ്ടി അമ്മയുടെ ഭാരവാഹികൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? അങ്ങനെ അമ്മ അദാനിയുമായി ബന്ധപ്പെട്ട് ഒരു സ്പോൺസർഷിപ്പ് 15 കോടി രൂപ റൈസ് ചെയ്യാൻ വേണ്ടി ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടന്നു. അതിനുവേണ്ടി ഒരുപക്ഷെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെയും സഹായം നേടിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു അലിഗേഷൻ അമ്മയ്ക്കുള്ളിൽ നിൽക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ പേര് അദാനിയുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് 6000 കോടി രൂപ വാങ്ങിച്ചു എന്ന തരത്തിൽ
ഒരു ആരോപണമുണ്ടല്ലോ, ആ ആരോപണത്തിലും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഈ പിഷാരടിക്കെതിരെ നാളെ ഒരു പെണ്ണ് കേസ് ആരെങ്കിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ ആരോപണം ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട്, അതിന് കേസ് കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാട് പിഷാരടി സ്വീകരിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ പിഷാരടി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ MLA ആണ്. നിങ്ങളുടെ മിമിക്രി പരിപാടി വേദികളിൽ നിയമസഭാംഗം എന്ന നിലയിൽ നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ സാമാന്യ ബോധമെങ്കിലും കാണിക്കണം. നിങ്ങൾ വളരെ കൗണ്ടറൊക്കെ വളരെ കൃത്യമായി പറഞ്ഞ് ആളുകളെ രസിപ്പിക്കുന്ന നല്ല മിടുക്കനായ ഒരു കൊമേഡിയനാണ്, ഒരു തർക്കവുമില്ല. നിങ്ങളുടെ സിനിമയുണ്ടല്ലോ, ജയറാമിനെ വെച്ച് നിങ്ങൾ ചെയ്ത സിനിമ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമാണ്. നിങ്ങളെ എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ വാക്കുകൾ, കയ്യിൽ നിന്ന് പോയ വാക്ക് ബൂമറാങ് പോലെയാണ്, തിരിച്ചു വരും. സൂക്ഷിക്കണം, ജാഗ്രത വേണം. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേര് ഈ വിവാദത്തിൽ നിങ്ങൾ വലിച്ചഴിച്ചത് ഗുരുതരമായ പിശകാണ്. അതിന് ചാണ്ടി ഉമ്മനെ കണ്ടെങ്കിലും നിങ്ങളൊരു സോറി പറയണം. ഇല്ലെങ്കിൽ കാലം കോൺഗ്രസ് പാർട്ടി ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് മാപ്പ് തരില്ല. എന്നാണ് ഈ BJPന്റെ ഒരു ഇത്. സത്യം പറഞ്ഞ ആദ്യമായിട്ട് നിങ്ങൾ എന്നോട് ആ ദിവസം നമ്മളുടെ തിരുവല്ല പ്രോഗ്രാമിൽ പറഞ്ഞപ്പോ ഓർമ്മല്ലേ നിങ്ങൾ പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞതാണ്, പിഷു ഞാൻ BJP ഒന്നും അല്ല, ഇത് എവിടുന്നാണ് ഈ BJP വന്ന്? ഇപ്പൊ ഞാൻ പറയാ കോൺഗ്രസിലെങ്കിലും എന്നെ മിനിസ്റ്റർ ബാബുരാജിനോട് ഞാൻ ചോദിച്ചു. ഞാൻ ബാബുരാജിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവര് BJPക്ക് ആളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞത്? ഇപ്പൊ ബാബുരാജ് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു എന്റെ വീഡിയോ അയച്ചുതരാം. അങ്ങനെ ആരോപണമുണ്ടല്ലോ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1 കോടി എടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടി എന്ന് നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടെന്ന് പുള്ളി പറയുന്നത്. ആരോപണം പറഞ്ഞാൽ എന്ത് പറഞ്ഞ അങ്ങനത്തെ ഒരു കാര്യം പറയണമെങ്കിൽ പൊതുവേദിയിൽ അങ്ങനെ പറയണമെങ്കിൽ അത് പ്രൂഫ് ഇല്ലാതെ, ഞാൻ അതാ പറഞ്ഞ ഐ വിൽ സീ യു ഇൻ ദ കോർട്ട്. ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ജനറൽ ബോഡി ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നമ്മുടെ ലോയിൽ ആരോപണം പറയാൻ പ്രൂഫ് നോ. പക്ഷെ ആള് എന്നെ പേഴ്സണലി പറയണതും പൊതുവേദിയിലും പറയണതും പൊതുവേദിയിൽ പറയാനും പ്രൂഫ് വേണ്ട. അതെ ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ ഇപ്പോ വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിക്ക് 6000 കോടിയുടെ അഴിമതി ഉണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. പൊതുവായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയാണ് ഇതൊരു ആരോപണമാണ്. ആരോപണത്തിന് പ്രൂഫ് വേണ്ട. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഉമ്മൻചാണ്ടി 6000 കോടി പറ്റിച്ചു, മറ്റേത് നമ്മൾ എന്ത് സാധനം ചെയ്താലും അവര് മുഴുവൻ അഴിമതിയാണ്, പൊളിറ്റിക്സിൽ അങ്ങനെ പറയുമല്ലോ. അപ്പൊ ആ നിയമം വെച്ചിട്ട് നമ്മൾക്ക് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രൂഫ് വേണ്ട. ആരോപണം തെളിയിക്കാനാണ് പ്രൂഫ് വേണ്ടത്. നിങ്ങൾ തെളിയിച്ചോ, ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിച്ചോ. അല്ല അത് ഞാൻ പറഞ്ഞു ഐ സി യു ഇൻ ദ കോർട്ട്. അതന്നെ ഞാൻ പറഞ്ഞു, തെളിയിച്ചോട്ടെ, ആള് തെളിയിക്കട്ടെ. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാബുരാജന്റെ വാദം, ബാബുരാജനോട് പറഞ്ഞു എനിക്കെതിരെ ഒന്നുമില്ല, ഞാൻ ആരോപണം പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മൂപ്പര് ടിനി ടോമിനോട് പറഞ്ഞു ഇത് ശ്വേത മേനനല്ല നമ്മളുടെ ഉന്നമായിരുന്നത്, നമ്മളുടെ ഉന്നമായിരുന്നു കുക്കു. എവിടെങ്കിലും കുക്കു എന്ന വ്യക്തിനെ ഇവരാരെങ്കിലും, I doubt and I seriously believe that she was part of the crime to sabotage our committee. അത് ഞാനല്ല, ജോയേട്ടനോട് ചോദിച്ചോളൂ, നമ്മളുടെ കമ്മിറ്റി മെമ്പേഴ്സിനോട് തന്നെ ചോദിച്ചോളൂ. ടുഡേ ഐ ആം ടെലിംഗ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാത്ത ഒരാളാണ്. അല്ല അത് പെർഫോമൻസ് അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യത്തിലും പുള്ളി ഇടപെട്ടില്ല സാർ. അയാൾ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഞാൻ പറയുന്ന ധീരനായ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു. അല്ല ആ ദിവസം സ്റ്റേജിൽ പറഞ്ഞല്ലോ ദാറ്റ് നമ്മുടെ ട്രഷറർ അബ്സ്കോൺ. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ പ്രേക്ഷകർ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ.